പ്രവാചകനോടുള്ള ഹുബ്ബ് അഥവാ സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെയും ഈമാനിന്റെ ഭാഗമാണ്. പക്ഷേ ആ സ്നേഹം പണ്ടുകാലം മുതലേ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ പുതിയൊരു സംഗതി വന്നതല്ല. എന്തിനധികം പറയണം, സാക്ഷാൽ അബൂജഹലിന് പോലും പ്രവാചകന്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ചോ അവിടത്തെ സത്യസന്ധതയെക്കുറിച്ചോ ഭിന്നാഭിപ്രായമില്ല. നമ്മൾ പലതവണ കേട്ടിട്ടുണ്ടാവും. അബൂജഹൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ഇന്നാ ലാ നുകദ്ദിബുക, ഞങ്ങൾ നീ കള്ളനാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല. വലാകിൻ നുകദ്ദിബു അല്ലദീ ജിഇത ബിഹി, നീ കൊണ്ടുവന്ന പദ്ധതിയും പരിപാടിയും അത് സ്വീകരിക്കാൻ പറ്റില്ല. അത് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കുകയില്ല. ഈ ഒരു വിഷയത്തിലെ നമ്മൾ തമ്മിൽ അഭിപ്രായമുള്ളൂ. നീ പണ്ടേ അൽ അമീനാണ്, ഇപ്പോഴും അൽ അമീനാണെന്നതിൽ ഞങ്ങൾക്ക് ഭിന്നാഭിപ്രായമില്ല. ഫഇന്നഹും ലാ യുകദ്ദിബൂനക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അബൂജഹലിന്റെ ഈ പ്രസ്താവനയോട് പ്രതികരിച്ചിട്ട് പറയുന്നുണ്ട്, ഖുർആനിൽ കാണാം. ഫഇന്നഹും ലാ യുകദ്ദിബൂനക വലാകിന്ന അദ്ദാലിമീന ബിആയാത്തില്ലാഹി യജ്ഹദൂൻ, അവർ നിന്നെ കളവാക്കില്ല. അവരുടെ പെരുമാറ്റവും വാക്കും പ്രവൃത്തിയും കണ്ടിട്ട് താങ്കൾക്ക് വിഷമമുണ്ടെന്ന് നമുക്കറിയാം. അല്ലാഹു പറയാണ്. പക്ഷെ അവർ താങ്കളെ കളവാക്കുന്നില്ല. അവർ കളവാക്കുന്നത്, അവർ ഈ അക്രമികൾ അള്ളാഹുവിന്റെ ആയാത്തുകളെയാണ് നിഷേധിക്കുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലൂടെ അവതരിച്ചു കിട്ടിയ വിധിവിലക്കുകളുടെ ഒരു സമാഹാരവുമായി ഈ സത്യസന്ധൻ വന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത അപരാധം. അതങ്ങ് മാറ്റി നിർത്തിയാൽ മുഹമ്മദ് സത്യസന്ധനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സംശയവും അവർക്കാർക്കും ആ കാര്യത്തിലില്ല. അവരും നബിയെ സത്യസന്ധനെന്ന് പുകഴ്ത്തുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് ഉൾപ്പെടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവരും അതുപോലെ പറയുന്നുണ്ട്. പക്ഷെ ഈ അബൂജഹലിന്റെ സ്നേഹപ്രകടനവും ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹപ്രകടനവും തമ്മിൽ വേർതിരിയുന്നത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നു ലഭിച്ച, പ്രവാചകനിലൂടെ കിട്ടിയ മാർഗനിർദ്ദേശങ്ങൾ ഏതും അത് അവരുടെ ഏത് താൽപര്യത്തിന് വിരുദ്ധമാണെങ്കിലും അത് അംഗീകരിക്കാൻ അവർ സന്നദ്ധമായി, ജീവിതത്തിൽ അവരതിന് ഇടം നൽകി, അതിനുവേണ്ടി അവരുടെ ജീവൻ തന്നെ നൽകാൻ അവർ മുന്നോട്ട് വന്നു, സധൈര്യം മുന്നോട്ട് വന്നു എന്നതൊക്കെയാണ്. അപ്പൊ പ്രായോഗിക സമീപനമാണ് അവിടെ വേർപ്പെടുന്നത്. രണ്ട് ഉദാഹരണങ്ങൾ ഞാനിപ്പോ പറയാം. നമുക്കും നമ്മളുടെ ജീവിതത്തെ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് മാറ്റുരച്ചു നോക്കാം. നമ്മൾ ഓരോരുത്തരും ഓരോ പ്രശ്നം വരുമ്പോൾ എവിടെ നിൽക്കുന്നു എന്ന്. ഈ രണ്ട് ഉദാഹരണങ്ങളും ചരിത്രത്തിൽ പലതവണ നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുള്ളതാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും മക്കയിൽ മദീനയിലെത്തിയ ശേഷം അവരുടെ ഇസ്ലാമിക ദൈനംദിന ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ അവിടെ രണ്ട് സ്വഹാബിമാർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണ്. വെള്ളം നനക്കുന്ന വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസം. അപ്പൊ ഈ വെള്ളം ഇങ്ങനെ തണ്ണീർ ചാലിലൂടെ വന്നിട്ട് ആ ചാല് കൃഷിയിടത്തിലേക്ക് തിരിച്ച് വെള്ളം നനച്ച് ഇയാളുടേത് ആവശ്യത്തിന് വെള്ളമായി എന്ന് ഉറപ്പ് വരുമ്പോ തടകെട്ടി മറ്റേ ആളിലേക്ക് തിരിച്ച് ഇങ്ങനെ നനക്കുന്ന ഒരു കാലത്താണ് ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. രണ്ട് സ്വഹാബിമാർ, ആദ്യം ഞാൻ നനക്കണം, അല്ല ആദ്യം ഞാൻ നനക്കും. ലേശം വ്യത്യസ്തമായ രണ്ട് പ്രകൃതക്കാർ തമ്മിൽ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഒരു തർക്കം, മനുഷ്യ സഹജമായ ഒരു തർക്കം എന്ന് വിചാരിക്കാം. ആ പ്രശ്നം റസൂലുള്ളാഹിയുടെ അടുക്കലെത്തി. റസൂലുള്ള ഈ ഭൂമിയുടെ കിടപ്പ് നോക്കി, എവിടെന്നാ വെള്ളം വരുന്നത് നോക്കി, ഭൂമിയുടെ കിടപ്പ് നോക്കി. അതൊക്കെ നോക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബൈർ എന്ന് പറയുന്ന സഹാബിയോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം നനക്ക്, എന്നിട്ട് അദ്ദേഹത്തിന് കൊടുക്കും. അപ്പൊ രണ്ടാളും ആദ്യം ഞാനാണ് നനക്കേണ്ടത് എന്ന മട്ടിൽ തർക്കിക്കുന്ന ഒരു വിഷയത്തിൽ റസൂലുള്ള ഒരു തീർപ്പ് പറഞ്ഞിരിക്കുകയാണ്. അത് നിങ്ങൾ നനക്കുന്നിട്ട് മൂപ്പർക്ക് കൊടുക്കും. ഇത് കേട്ടപ്പോ അൻസാരിക്ക് ദേഷ്യം വന്നു. അൻസാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നിങ്ങളെ ബന്ധുവായതുകൊണ്ടല്ലേ മൂപ്പരോട് ആദ്യം നനക്കാൻ പറഞ്ഞത്?
അപ്പൊ ഈ ജുബൈർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ബന്ധത്തിലുള്ള ആളാണ്. അപ്പൊ നിങ്ങളുടെ ബന്ധു ആയതുകൊണ്ടല്ലേ നിങ്ങൾ അദ്ദേഹത്തോട് ആദ്യം നനക്കാൻ പറഞ്ഞത് എന്ന് ഇദ്ദേഹം പ്രതികരിച്ചു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമായി. പിന്നീട് ആ വിഷയത്തിൽ അള്ളാഹുവാണ് ഇടപെടുന്നത്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമാ. അള്ളാഹുവാണ് സത്യം, നിങ്ങളിൽ ഒരാളുടെയും ഈമാൻ വാദം സത്യസന്ധമാവുകയില്ല. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. അവർക്കിടയിൽ പൊട്ടിപ്പിളർന്നുണ്ടാകുന്ന പുതിയ പുതിയ സംഭവ വികാസങ്ങളിൽ ഓരോന്നിലും അവർ താങ്കളെ വിധി തീർപ്പ് കൽപ്പിക്കാൻ സമീപിക്കണമെന്ന് മാത്രമല്ല, സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത. അങ്ങനെ അവരുടെ പ്രശ്നം പഠിച്ച് താങ്കൾ ഒരു തീർപ്പിലെത്തിയാൽ ആ തീരുമാനത്തിൽ അവർക്ക് ഒരു അസ്വസ്ഥതയും ഉണ്ടാകാൻ പാടില്ല. വയുസല്ലിമു തസ്ലീമ, അവർ സർവാത്മന അത് പിന്തുടരണം. ഇത് ആ ഒരു വിഷയത്തിൽ ഈ പ്രശ്നം ഈ ഭൂമി അവരുടെ സ്വാഭാവികമായ മഈഷത്തിന് ഉപജീവനത്തിന് വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഒരു കൃഷിയാണ്. നമ്മളെ സാധാരണ ഒരു മാനസികാവസ്ഥ അനുസരിച്ച് ഇതിലെന്തോ ഒരു മതപരമായ വല്ല പ്രത്യേകതയും ഉണ്ടോ, റസൂലുള്ള ഈ വിഷയത്തിൽ ഇടപെടാൻ, അള്ളാഹ് ഇങ്ങനെ നിലപാടെടുക്കാൻ എന്നൊക്കെ തോന്നിപ്പോകും. കാരണം നമ്മൾ മതജീവിതം അള്ളാഹുവിനും പൊതുജീവിതം മറ്റാർക്കും എന്ന് പൊതുവെ ഉൾക്കൊണ്ടവരാണ് വിശ്വാസി സമൂഹം. യൂറോപ്യന്മാരുടെ മതേതര ജനാധിപത്യ സിദ്ധാന്തങ്ങളുടെ ആഴത്തിലുള്ള സ്വാധീനത്തിന്റെ ഫലമായിട്ട് അള്ളയും റസൂലും പറയേണ്ടത് മതകാര്യങ്ങളിൽ മാത്രമാണ് എന്ന് കരുതുന്നവരാണ് മുസ്ലിം ഉമ്മത്ത്. അത് വെച്ചിട്ടുള്ള സ്നേഹമൊക്കെ അവർ റസൂലുള്ളാഹ്ക്ക് കൊടുക്കൂ. അപ്പൊ ആ ഒരു മാനസികാവസ്ഥയിൽ നോക്കിയാൽ ഇതിൽ പ്രത്യേകിച്ച് യാതൊരു ആത്മീയമായ അല്ലെങ്കിൽ മതപരമായ ഒരു ലാഞ്ചനയില്ല. ശുദ്ധമായ ഒരു ഭൗതിക പ്രശ്നം, അവരുടെ ഉപജീവനത്തിന് വേണ്ടിയുള്ള ഒരു കൃഷിയുടെ വിഷയം, അതിൽ വന്ന തർക്കം, അതിലുള്ള തീർപ്പ്, അതിനോടുള്ള അസ്ക്യത, അത്രയേ ഉള്ളൂ. ഈ തീർപ്പ് കേട്ടപ്പോ അദ്ദേഹത്തിന് മൂപ്പർക്ക് അനുകൂലമായില്ല. അപ്പൊ ചോദിക്കുകയാണ്, നിങ്ങളുടെ ബന്ധു ആയതുകൊണ്ടല്ലേ നിങ്ങൾ മൂപ്പരോട് നനക്കാൻ പറഞ്ഞത്? ഞാനിപ്പോ ഈ വിഷയം ഇവിടെ ഉന്നയിച്ചത് ഇതൊരു പുതിയ കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല. ഏതോ ഘട്ടങ്ങളിൽ ഇതൊക്കെ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയിട്ടുള്ളതാണ്. പക്ഷേ ചില ഘട്ടങ്ങളിൽ നമ്മൾ ഇതിന്റെ മുമ്പിൽ ഒരു അല്പസമയം നിൽക്കണം. എന്നിട്ട് നമ്മളോട് ചോദിക്കണം, എന്ത്? എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട, എന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട, എന്റെ കൃഷിയുമായി ബന്ധപ്പെട്ട, മറ്റ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും ഈ റസൂലുള്ള ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. റസൂലുള്ളാന്റെ ഭൗതിക ജഡം നമ്മുടെ കൂടെ ഇല്ല എന്നേ ഉള്ളൂ. ഈ റസൂലുള്ള ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയത്തിലും നമ്മൾ എവിടെ നിൽക്കുന്നു? ഇതിനെപ്പറ്റി നമ്മൾ ആലോചിക്കണം. നമ്മൾ എവിടെ നിൽക്കുന്നു? ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള കൽപ്പനകളും നിർദ്ദേശങ്ങളും നമ്മളുടെ വീടകങ്ങളിലുള്ള വിവിധ ഭാഷകളിലുള്ള പുസ്തകങ്ങളിൽ നമ്മളോടിങ്ങനെ റസൂലുള്ള പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അത് ചെയ്യല്ലേ, ഇന്ന വിഷയത്തിൽ ഇങ്ങനെ ചെയ്യ്, ആ തർക്കത്തിൽ നിങ്ങൾ അയാളെ പരിഗണിക്ക്, നിങ്ങൾ ലേശം പിറകോട്ട് നിൽക്ക്. ഇങ്ങനെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട നമ്മൾ ഏർപ്പെടുന്ന ഓരോ കാര്യത്തിലും അള്ളാഹുവിന്റെ റസൂല് നമ്മളോടിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സംസാരം ആ ഒരു ഗൗരവത്തിൽ കേട്ട് ഉൾക്കൊള്ളാൻ നമ്മൾ സന്നദ്ധമാണോ? അതല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും ഇതുപോലെ പിറകോട്ട് ഉൾവലിയുന്നുണ്ടോ? നമ്മളും മുഖം കറുപ്പിക്കുന്നുണ്ടോ? നമ്മളും കേട്ടില്ലെന്ന് നടിക്കുന്നുണ്ടോ? ഇത് നമ്മളോട് ചോദിക്കേണ്ട ഒരു ഗൗരവപ്പെട്ട ചോദ്യമാണ്. ഇങ്ങനത്തെ 100,000 ഉദാഹരണങ്ങൾ, അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ അള്ളാഹുവും റസൂലും ഒരു വശത്തും നമ്മുടെ ഏതൊക്കെയോ നിലക്കുള്ള താല്പര്യങ്ങൾ മറുവശത്തും എന്ന രണ്ട് തട്ടിൽ വരുമ്പോ നമ്മളുടെ മനസ്സ് എവിടേക്കാണ് ചായുന്നത്? ഇതാണ് പ്രശ്നം. ഇത് നമ്മൾ ആലോചിക്കുമ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹമാണോ, അതല്ല അബൂജഹലൊക്കെ കാണിച്ചതുപോലെ തൊലിപ്പുറമെയുള്ള ഒരു കാട്ടിക്കൂട്ടലാണോ നമ്മുടെ സ്നേഹം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. രണ്ടാമത്തെ ഉദാഹരണം നിങ്ങൾ കേട്ടിരിക്കും, ജുലൈബീബ്. ജുലൈബീബ് എന്ന് പറഞ്ഞാൽ ഒരു സ്വഹാബിയാണ്, ഒരു കുറിയ മനുഷ്യൻ. കാണാൻ വലിയ കോലമൊന്നുമില്ല, സാമ്പത്തിക ശേഷിയില്ല, സ്വന്തമായിട്ടൊരു വീട് പോലുമില്ല, വിശ്വാസിയാണ്. മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ഒരാളാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുലൈബീബിനെ വിളിച്ചു. ജുലൈബീബ് ഇവിടെ വാ, അല്ല എനിക്ക് പെണ്ണിട്ടണ്ടേ.
എനിക്കൊക്കെ ആര് പെണ്ണേരാനാ റസൂലേ? അപ്പോ അദ്ദേഹത്തിന്റെ ഒരു ജീവിതാനുഭവത്തിലൂടെ അവഗണിക്കപ്പെട്ട ഒരു സാധാരണ മനുഷ്യൻ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു തറവാടിയായ തന്റെ ഒരു കുടുംബത്തിൽ നിന്ന് തനിക്കൊരു കല്യാണം കിട്ടും, മാന്യമായിട്ടൊരു പെണ്ണിനെ കിട്ടും എന്ന് വരെ പ്രതീക്ഷയില്ലാത്ത ഒരാൾ റസൂലുള്ള അയാളെ വിളിച്ചിട്ട് പറയണല്ല, നിനക്ക് പെണ്ണ് കിട്ടണ്ടേ? റസൂലുള്ള 2-3 പ്രാവശ്യം ഇതേ ചോദ്യം ആവർത്തിച്ചു. അദ്ദേഹത്തിന്റെ നിരാശയിൽ പൊതിഞ്ഞ മറുപടി അതിന്റേതായ ഒരു നിസ്സഹായത പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരല്പം നെടുനിശ്വാസത്തോടെ അദ്ദേഹവും പ്രതിവചിച്ചു. റസൂലുള്ള അദ്ദേഹത്തെ ചേർത്ത് അണച്ചു പിടിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ജുലൈബീബെ, നീ ഇന്ന അൻസാരി കുടുംബത്തിൽ ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് നിങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞിരിക്കുന്നുവെന്ന് പറ. എന്നിട്ട് അദ്ദേഹത്തോട് പറ, നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടിച്ചു തരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇയാൾ പോയി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ലേ, പോകാതിരിക്കാൻ പറ്റൂല. മൂപ്പര് പോയിട്ട് ആ വീട്ടിന്റെ അടുത്തെത്തി. വീട്ടുകാരനെ കണ്ടു, വീട്ടുകാരനോട് സലാം പറഞ്ഞു. അയാൾക്ക് പെരുത്ത് സന്തോഷായി. അല്ലാഹുവിന്റെ റസൂല് ഈ 100 കൂട്ടം തിരക്കിന്റെ ഇടയിൽ എന്നെ ഓർത്തല്ലോ, സലാം പറഞ്ഞല്ലോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയച്ചത് പ്രകാരം ഈ ജുലൈബീബ് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടിച്ചു തരാൻ അല്ലാഹുവിന്റെ റസൂൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടിച്ചു തരാൻ അല്ലാഹുവിന്റെ റസൂൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അയാൾ ഇടിവെട്ടേറ്റ പോലെ അയാൾ അങ്ങനെ ഒന്നും മിണ്ടാതെ നിന്നു, ഇവന്റെ മുഖത്ത് നോക്കിയിട്ട്. അപ്പൊ വീട്ടിന്റെ അകത്തുനിന്ന് ഭാര്യ കേൾക്കുന്നുണ്ട് ഈ സംസാരം. ഇയാള് ഭാര്യയുടെ അടുക്കൽ പോയിട്ട് ഭാര്യയുമായിട്ട് കൂടിയാലോചിച്ചിട്ട് വരാം എന്ന മട്ടിൽ അകത്തേക്ക് പോയി. ഈ മനുഷ്യനെ പുറത്തു നിർത്തിയിട്ട് ഇയാളോട് പ്രത്യേകിച്ചൊന്നും പറയാതെ, കഥ നിങ്ങൾക്കറിയുന്നതാണ്. അങ്ങനെ അകത്ത് ചെന്നിട്ട് ആ ഭാര്യയുമായിട്ട്, ഏതാ അവൻ ഒറ്റ കോലം കണ്ടില്ലേ നിങ്ങള്, നമ്മളെ മോളെ കെട്ടാൻ വന്നതാ, അങ്ങനെ ഉണ്ടാവുമല്ലോ. ഏതൊരു മാതാവിനും നമ്മളാണ് ആ സ്ഥാനത്തെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും സ്വന്തം മകളെക്കുറിച്ച് എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണോ നമ്മളെ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ ഇന്ന് രക്ഷിതാക്കളോട് പെരുമാറുന്നത് എന്നുള്ളത് മാത്രമാണ് ഞാൻ അവരോട് വളരെ വിനയത്തോടെ പറയുന്നത്. വിവാഹത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ വഷളാക്കരുത്. കാരണം ഇപ്പൊ അങ്ങനത്തെ ഏതെങ്കിലും 4 പ്രാവശ്യം റോട്ടിന്ന് കണ്ട ഒരുത്തന്റെ പിന്നാലെ 10-18 കൊല്ലം നോക്കി നടത്തിയ മാതാപിതാക്കൾക്ക് കാൽക്കാശിന്റെ വില കൽപ്പിക്കാതെ ഇറങ്ങിപ്പോകുന്നതിന്റെ കഥ നമ്മൾ പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഓരോന്നിനും ഓരോ സ്ഥാനമുണ്ട് ജീവിതത്തിൽ. ആ സ്ഥാനം അതാതിന് നൽകിയില്ലെങ്കിൽ ഈ ദുനിയാവിലെ ജീവിതത്തിൽ തന്നെ എന്റെ ആ തീരുമാനം തെറ്റായിരുന്നുവെന്ന് കാലം തെളിയിക്കും. അങ്ങനെയാണ് ഒരു മാതാവിനും ഒരു പിതാവിനും സ്വന്തം മക്കളോടുണ്ടാകുന്ന സ്നേഹത്തിന്റെ 1000-1 നമ്മളെ തേനെ മാനെ എന്ന് പറഞ്ഞ് സ്നേഹം നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പി ഒഴുകുന്ന വാക്കുകളാൽ വിശേഷിപ്പിച്ചുകൊണ്ട് പിന്നാലെ വരുന്നവർക്കുണ്ടാവില്ല എന്ന് നമ്മൾ അറിയണം. ഈ ഫേസ്ബുക്കും ഇൻസ്റ്റയും അങ്ങനെ പല മാർഗങ്ങളും പല രീതിയിലുള്ള പിടിവലികളും നടക്കുന്ന ഒരു കാലത്ത് വളരെ കരുതലോടെ പോകണം. നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ വരാം. അതെന്താന്ന് ചോദിച്ചാൽ, ജുലൈബീബിന്റെ അടുക്കൽ വന്നിട്ട് ഉമ്മാന്റെ ഈ സ്ത്രീയുടെ അടുക്കൽ ചെന്നിട്ട് ഇദ്ദേഹം മോളെ കാര്യത്തിൽ കൂടിയാലോചിക്കാണ്. കോലം കണ്ടില്ലേ നിങ്ങള്, പറഞ്ഞേക്കാൻ കണ്ടൊരു കാര്യം. റസൂലുള്ളാഹിക്ക് വേറെ എന്തൊക്കെ പണിയുണ്ട്, നമ്മളെ ഈ മോളെ ആരെ കൊണ്ട് കെട്ടിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കൂലേ. ഇതിലൊക്കെ വന്നിട്ട് ഇടങ്കോലിട്ടുണ്ട്, എന്ത് കാര്യമുള്ളത്. ഇങ്ങനെ ഏത് മനുഷ്യനാണെങ്കിലും ഇപ്പൊ ഇന്ന് റസൂലുള്ള നമ്മളെ കൂടെ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ വിഷയത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞാച്ചാൽ നമ്മളെങ്ങനെ പ്രതികരിക്കും? സമാന സ്വഭാവത്തിലുള്ള പല വിഷയങ്ങളും നമ്മുടെ വീടകങ്ങളിൽ ഉണ്ടാകുമ്പോ നമ്മൾ എങ്ങനെയാ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ കണ്ടല്ലോ. ഇപ്പൊ നിക്കാഹ് ഖുതുബ അങ്ങനെ കേൾക്കാൻ പറ്റൂല ധൈര്യപ്പെട്ടിട്ട്. കാരണം അവിടെ എന്തൊക്കെയാ നടക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും ഒരു ഉത്തരവാദിത്വവും ഏൽക്കാൻ കഴിയില്ല എന്നിടത്തോളം കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതിനൊക്കെ പറ്റി നമുക്ക് വേറെ പിന്നെ പറയേണ്ടതാണ്. ഞാനിപ്പോ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അങ്ങനത്തെ ഒരു കാലത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത 100 കൂട്ടം പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളിലൊക്കെയും അള്ളാഹ്ക്ക് നിലപാടുണ്ട്, റസൂലിന് തീരുമാനങ്ങളുണ്ട്. അത് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അറബിയിൽ എഴുതപ്പെട്ട ഈ ഗ്രന്ഥങ്ങളിൽ അതുണ്ട്, മലയാളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട വേറെ കുറെ കിതാബുകളിലുണ്ട്. നമ്മളുടെ വീടകങ്ങൾ ഇവരുടെ അങ്ങനെ ചെയ്യല്ലേ, ഇങ്ങനെ ചെയ്യ്, അങ്ങനെ പോകല്ലേ, ഇങ്ങനെയാക്ക് എന്ന ഇവരുടെ നിരന്തരമായ ദീനരോധനങ്ങളുടെ പ്രകമ്പനം വളരെ പതുക്കെ കാതോർത്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. റസൂലുള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഓരോ മുസ്ലിമിന്റെ വീട്ടിലും റസൂലുള്ള സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിലൊരു സംസാരം മാത്രമാണ് ഈ അൻസാരിയുടെ വീട്ടിലേക്ക് ചെന്നിട്ടുള്ളത്. നിങ്ങളെ മോളെ ഇയാളെ കൊണ്ട് കെട്ടിച്ചു കൊടുക്കണം.
അവരുടെ ജീവിതത്തെ പൊള്ളുന്ന ഒരു വർത്താനാണത്. അവർക്കത് ചിന്തിക്കാനേ കഴിയുന്നില്ല. അത്രയും അസ്ഖ്യതയും അത്രയും അസ്വസ്ഥതയും പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ ഭാര്യയും ഭർത്താവും കൂടി വീട്ടിനകത്ത് നിന്നിട്ട് ഈ മുമ്പിൽ വന്ന ഈ പ്രപ്പോസലിന്റെ ഈ ഒരു ആലോചനയുടെ കാര്യത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ട് അപ്പുറത്ത് ഇവരുടെ ഈ ഏത് പെൺകുട്ടിയുടെ കാര്യത്തിലാണോ റസൂലുള്ള തീരുമാനം പറഞ്ഞയച്ചത് ആ പെൺകുട്ടി അതിന്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഉപ്പയും ഉമ്മയും തമ്മിൽ ഇവളുടെ കാര്യത്തിൽ ഒരു വശത്ത് ഇവളോടുള്ള സ്നേഹം, മറുവശത്ത് റസൂലിന്റെ കൽപ്പന. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ കിടന്നിട്ട് ഇവര് കിടന്നുള്ള ഒരു അസ്വസ്ഥ ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ശരിക്കും ഈ പെൺകുട്ടി കാണുന്നുണ്ട്. അവളെ രംഗത്ത് വന്നു എന്നാണ് ചരിത്രം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നൽകിയ ഒരു സൂക്തം അവൾ പാരായണം ചെയ്തു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. എന്താണത്? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു മുഅ്മിനായ ആണിനോ പെണ്ണിനോ ഭൂഷണമല്ല. അപ്പുറത്ത് ഉപ്പയും ഉമ്മയുണ്ട്. അപ്പൊ ഈ ആയത്ത് വളരെ ഫിറ്റാണ്. ഇത് ഇയാൾ ഒറ്റക്ക് തീരുമാനിക്കുന്നതല്ല. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا, അല്ലാഹുവോ റസൂലോ ഒരു കാര്യത്തിൽ ഒരു തീർപ്പെടുത്താൽ ആ വിഷയത്തിൽ അൻ യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹിം, പിന്നീട് ആ വിഷയത്തിൽ അവർക്കൊരു അസ്വസ്ഥത, ഒരു പുകച്ചിൽ, ഒരു ചൊറിച്ചിലുണ്ടാവുക എന്നത് ഒരു മുഅ്മിനായ ആണിനും പെണ്ണിനും ലെവലേശം ചേർന്നതല്ല. വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന, ആർ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിച്ചോ അവൻ അങ്ങേയറ്റത്തെ വഴികേടിലാണ്. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന, വേറെ സ്ഥലത്ത് അല്ലാഹു പറയുന്നുണ്ട്, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ. വിശ്വാസികളുടെ നിലപാട് ഇത് മാത്രമായിരിക്കും എന്നാണ് അല്ലാഹു പറയുന്നത് സൂറത്തുൻ നൂറിൽ. എന്ത്? ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി, അല്ലാഹുവിലേക്കോ റസൂലിലേക്കോ ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ ഒരു വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ. ഒന്നുകിൽ ബാപ്പയും മക്കളും ഒരു വശത്തും കുടുംബത്തിലെ ഒരംഗം മറുവശത്തുമായിട്ടുള്ള ഒരു തർക്കം, അല്ലെങ്കിൽ മാതാപിതാക്കൾക്കിടയിലെ തർക്കം, അല്ലെങ്കിൽ അവരുടെ മറ്റെന്തോ ഒരു വിഷയം. അത് കുടുംബപരമാകാം, സമ്പത്തുമായി ബന്ധപ്പെട്ടതാകാം, അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടതാകാം, വിവാഹവുമായി ബന്ധപ്പെട്ടതാകാം. നിരന്തരം നമ്മുടെ വീടുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊക്കെ അള്ളാഹ്ക്ക് നിലപാടുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അതിലൊക്കെ റസൂല് വിധി പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം. എന്നാ പിന്നെ ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ. വിശ്വാസിയായ ആളുകളുടെ നിലപാട് ഇത് മാത്രമായിരിക്കും. അല്ലാഹുവോ റസൂലോ അവരുടെ വിഷയങ്ങളിൽ ഒരു തീർപ്പ് പറഞ്ഞാൽ, ഒരു വിധി പറഞ്ഞാൽ ഞങ്ങൾ കേട്ടു, അനുസരിച്ചു. സുമ്മല, അതാണ് അതിനെ പറ്റി തന്നെയാണ് പിന്നെ പറഞ്ഞത്. വേറെ പറയുന്നത് സുമ്മല യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത് എന്ന് നേരത്തെ ഉദ്ധരിച്ച ആയത്തിലും അല്ലാഹു പ്രയോഗിച്ചത്. അവർക്ക് അവരുടെ മനസ്സിൽ ആ വിഷയത്തിൽ ഒരു അസ്വസ്ഥതയുമില്ലാതെ സർവാത്മനായി ഇത് ഉൾക്കൊള്ളാൻ പറ്റണം എന്ന് ആ പെൺകുട്ടി ഇവരെ ഓർമ്മപ്പെടുത്തി എന്നാണ് ചരിത്രം. ഇതുപോലെയുള്ള വിഷയങ്ങൾ നമ്മുടെ വീടകങ്ങളിൽ ഉണ്ടാകുന്നില്ലേ? നമ്മളുടെ മക്കളുടെ വേഷവിധാനത്തിന്റെ വിഷയത്തിൽ വരുന്നില്ലേ? പെൺകുട്ടികളുടെ മാത്രമല്ല, നമ്മളുടെ ഇണകളുടെ, ആണും പെണ്ണും തമ്മിൽ പ്രകൃതിപരമായി തന്നെ വ്യത്യാസമുള്ളതുകൊണ്ട് വേഷഭൂഷാദികളിലും വ്യത്യാസമുണ്ട്. ഞാൻ മുമ്പൊരിക്കൽ ഇതേ വിഷയം ഈ അടുത്ത സമയത്ത് പറഞ്ഞപ്പോഴും ആ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് അവർക്കെന്തോ ഒരു അധികമായ ഒരു നിയന്ത്രണം വെച്ചിരിക്കുകയല്ല, അവരുടെ സുരക്ഷിതത്വത്തിനും അവരുടെ മാന്യതക്കും അവരുടെ അന്തസ്സിനും അനിവാര്യമായ ഒരു വേഷം. ലോകത്ത് അങ്ങനെയാണ്. ലോകത്ത് ഈ കളസിട്ടിട്ടല്ല അന്തസ്സുള്ള കോൺഫറൻസുകൾക്കൊക്കെയും VIP-കളോ VVIP-കളോ ആയ ആളുകൾ പോകുന്നത് നിങ്ങൾ കണ്ടിരിക്കും. മുങ്കയും മുഖവും അല്ലാത്ത ഒക്കെ മറിച്ചിട്ടാണ് പുരുഷന്മാരുണ്ടാവുക. ഇന്റർനാഷണൽ ലെവലിലുള്ള ഏത് മീറ്റിംഗ് നോക്കിയാലും അങ്ങനെയാണ്. കാരണം അതാണ് മാന്യത. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരോടും പറഞ്ഞിരിക്കുന്നു വേഷവിധാനത്തെപ്പറ്റി. നമ്മളുടെ വീടുകളിൽ വിവാഹം നടക്കുന്ന സമയങ്ങളിൽ പറയേണ്ട കാര്യമില്ല. പൊതുവെ തന്നെ ഇന്നത്തെ സ്ഥിതി എന്താണ്? ഇതിലൊന്നും ഇസ്ലാം ഒരു മാർഗനിർദ്ദേശവും ചെയ്യാത്തത് കൊണ്ടാണോ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയത്? അല്ല, വളരെ കൃത്യമായിട്ട് അല്ലാഹുവും റസൂലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ കൃഷിയുടെ വിഷയം പറഞ്ഞതുപോലെ ആ വിഷയത്തിൽ സുബൈർ റളിയല്ലാഹു അൻഹുവിന് അനുകൂലമായിട്ട് തീരുമാനം വന്നപ്പോൾ അൻസാരി അസ്ഖ്യത പ്രകടിപ്പിച്ചതുപോലെ, അതൃപ്തി പ്രകടിപ്പിച്ചതുപോലെ, അനിഷ്ടം പ്രകടിപ്പിച്ചതുപോലെ
നമ്മളുടെ കച്ചവടത്തിലും കൃഷിയിലും വാണിജ്യത്തിലും വ്യവസായത്തിലും കലയിലും മറ്റും നമ്മളെടുക്കുന്ന ഓരോ സ്റ്റെപ്പിനോടും അരുത്, അത് അങ്ങനെയല്ല ഇങ്ങനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് പ്രമാണങ്ങൾ. ഇപ്പുറത്ത് വീട്ടിലെ നമ്മുടെ മക്കളെ വളർത്തുന്നത് മുതൽ അവരുടെ വിവാഹം മുതൽ അവരുടെ വേഷവിധാനം മുതൽ അവരുടെ ചെറുതും വലുതുമായ അവരെ ബാധിക്കുന്നതും നമ്മൾ തീരുമാനമെടുക്കുന്നതുമായ വിഷയങ്ങളിലൊക്കെയും അല്ലാഹുവും റസൂലും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിനോടൊക്കെ നമ്മളുടെ വീടകങ്ങളിൽ നമ്മളുടെ സാമൂഹിക ജീവിതത്തിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമുള്ളിടത്ത് ബാക്കിയുള്ള കാര്യത്തിൽ നമ്മൾ നിസ്സഹായരാണ്. നിസ്സഹായത വെച്ചിട്ട് അല്ലാഹു ഒരാളെയും പിടികൂടൂല. അതേസമയം നമുക്ക് തീരുമാനമെടുക്കാൻ അധികാരമുള്ളിടത്ത് ഒരു വിഷയത്തിൽ ഒരു അവ്യക്തത വരുമ്പോ അല്ലാഹു എന്തു പറഞ്ഞു, റസൂൽ എന്തു പറഞ്ഞു എന്ന് നോക്കുകയും എന്നിട്ട് ഇന്നതാണ് പറഞ്ഞതെന്നറിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പാത പിന്തുടരുന്നവരാണ്. അത് ഹുബ്ബിന്റെ നിറഞ്ഞ തികഞ്ഞ ഹുബ്ബിന്റെ ആ ഹുബ്ബ് വഴിഞ്ഞൊഴുകിയിട്ട് ഇത്തിബാഇന്റെ അങ്ങേയറ്റം വരെ പിന്തുടരലിന്റെ വല്ലദീന ആമനൂ ബിഹി വനസറൂഹു എന്നിട്ട് ആ പ്രവാചകനോടൊപ്പം അവതീർണമായ പ്രകാശത്തെ പിൻപറ്റുകയും അതിനെ ബലപ്പെടുത്തുകയും അതിനെ ബലപ്പെടുത്തുകയും എന്നിട്ട് ആ പ്രവാചകനോടൊപ്പം അവതീർണമായ പ്രകാശത്തെ പിൻപറ്റുകയും ചെയ്യുന്നവർ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചല്ലോ. ആ ഗണത്തിൽപ്പെട്ടവരാണ്. നേരെ മറിച്ച് അവിടെ വല്യപ്പാടെ പറഞ്ഞോട്ടെ, അതിപ്പോ നമ്മൾ വലിയ വിഷയാക്കണ്ട, നമുക്ക് നമ്മൾ വിചാരിച്ച മാതിരി പോകാം എന്ന നമ്മുടെ ഇന്നത്തെ ഈ കുടുംബഘടനയിൽ ഒരു വല്യപ്പ കൊടുക്കുന്ന സ്ഥാനം കൊടുത്തിട്ട് പതുക്കെ സിറ്റ് ഔട്ടിലേക്കാക്കിയിട്ട് കാര്യം നമ്മളങ്ങ് നടത്തിക്കളയാമെന്നാണ് കരുതുന്നതെങ്കിൽ അത് വേറെ ഒരു സമീപനമാണ്. ഇതിനെപ്പറ്റിയാണ് നമ്മൾ വളരെ ശാന്തമായിട്ട് ആലോചിക്കേണ്ടത് എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഓരോരുത്തരുടെയും ശ്രദ്ധയിൽ വെക്കുന്നത്. അത്രയും ഗൗരവം ഈ വിഷയത്തിനുണ്ട്. സാധ്യമാകുന്നിടത്തോളം അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകളെ മനസ്സിലാക്കാനും ജീവിതം അതനുസരിച്ച് ചിട്ടപ്പെടുത്തുവാനും ഓരോരുത്തരും പ്രയത്നിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ പ്രയത്നിക്കുമെന്ന തീരുമാനമാണ്, അല്ലെങ്കിൽ അങ്ങനെ പ്രയത്നിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഉണർത്തലും ബോധ്യവുമാണ് ഇത്തരം ചർച്ചകളൊക്കെ നടത്തുന്നതിലൂടെ ഉണ്ടായി വരുന്നതെങ്കിൽ അതായിരിക്കും അതിന്റെ സൽഫലം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വീഴ്ചകളും പോരായ്മകളും റഹ്മാനും റഹീമുമായ റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അവർക്ക് ഉള്ള അതുപോലെ ഞങ്ങൾക്കുള്ള എല്ലാ ഹലാലായ മുറാദുകളെയും നീ സഫലമാക്കണേ അല്ലാഹ്. അവരുടെ അത്തരം ആളുകളിലെ രോഗികളായ ആളുകൾക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്തവരിൽ നിന്ന് നീ ആരെയൊക്കെ തിരിച്ചു വിളിച്ചോ അവരുടെ അമലുകളൊക്കെ നീ സ്വീകരിക്കണേ നാഥ. അവരുടെ വീഴ്ചകൾ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവർക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ഇണകളുടെ മടിത്തട്ടിൽ വളരുന്ന മക്കൾക്ക് വരുന്ന കാലത്ത് എന്തൊക്കെ തരത്തിലുള്ള വെല്ലുവിളികളും പ്രലോഭനങ്ങളും പ്രകോപനങ്ങളുമാണോ അവരെ കാത്തിരിക്കുന്നത്, അതിലൊന്നും പതറാതെ, അതിലൊന്നും തളരാതെ, അതിലൊന്നും അടിതെറ്റാതെ നിന്റെ ദീനിന്റെ മാർഗത്തിൽ ഇസ്തിഖാമത്തോടെ സബറോടെ നിലകൊള്ളാനുള്ള കരുത്തോടെ അവരെ വളർത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ഇണകളെയും അവരുടെ മടിത്തട്ടിൽ വളരുന്ന മക്കളെയും നീ അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ, വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോയിട്ടുള്ള ഞങ്ങളുടെ മക്കളുണ്ട്, ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ളവരുണ്ട്, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, നന്മയിൽ സഹകരിക്കുന്നവരുണ്ട്. അവർക്കൊക്കെയും നീ സുരക്ഷിതത്വം നൽകണേ റബ്ബേ. അവർക്കൊക്കെ ഖൈറും ബർക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവസാനം ഞങ്ങളെ എല്ലാവരെയും മുൻഗാമികളായ മഹാന്മാരോടൊപ്പം, അമ്പിയാക്കളോടൊപ്പം, സിദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. അഖൂലു ഖൗലി ഹാദാ.